ചെയ്തു നോക്കുന്ന ഞാൻ ചോദിച്ചാണ് ഞാൻ എല്ലാം പോസിബിലിറ്റി ഞാൻ സമ്മതിച്ചു ഞാൻ ചെയ്യാൻ പോകണത്. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്കിങ് 5 ക്വസ്റ്റ്യൻസ് വെറുതെ ചോദിക്കുന്നു. പെട്ടെന്ന് അതിലോട് ഇത്ര ദേഷ്യം ഒരാൾ അതിൽ എന്നോട് കുറച്ച് ദിവസം മോശമായിട്ട് ബിഹേവ് ചെയ്തുകൊണ്ട് അത് സത്യം പറഞ്ഞത് വിശ്വസിക്കാനുള്ള ഒരു നല്ല ബുദ്ധിമുട്ടുണ്ട്. എന്ത് കണ്ടിട്ടാണ് നൂറ് എന്നെ ജയിലിൽ നോമിനേറ്റ് ചെയ്തത്? എന്തുകൊണ്ട്? അപ്പൊ നിങ്ങൾ വിട്ട് നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകത്തോണ്ടാണ് ഞങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം. പല വെല്ലുവിളികൾ നിങ്ങൾ നേരിടേണ്ടി വരും. ഈ വീട്ടിൽ തുടരാൻ അർഹതയില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരാളെ എല്ലാവരും ചേർന്ന് ഇപ്പോൾ വോട്ടിങ്ങിലൂടെ കാരണസഹിതം തിരഞ്ഞെടുക്കുക. ഭൂരിപക്ഷം വോട്ടുകൾ ലഭിക്കുന്ന വ്യക്തി ഇപ്പോൾ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോകും. തുടങ്ങാം. ഞാൻ പറയുന്നത് ആര്യന്റെ പേരാണ്. കാരണം ഡേ 1 മുതൽ സത്യസന്ധമല്ലാതെയും അതുപോലെ കള്ളത്തരങ്ങളിലൂടെയും മാത്രം മുന്നേറുന്ന ഒരു വ്യക്തിയാണ് ആര്യൻ. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇവിടെ ഗ്രൂപ്പ് കളിക്കുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് ആക്ഷേപം നേരിട്ടവനാണ് ഞാൻ. ഇതിനൊക്കെ കാരണക്കാരും കൂടിയായിരുന്നു ആദില. നോമിനേഷനൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് പ്ലാനും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ അടുത്തോട്ട് വരും, കുറേ കാര്യങ്ങൾ പറയും. ചില കാര്യങ്ങളിൽ അവിടെ കൂടെ നിൽക്കും, ചില കാര്യങ്ങളിൽ ഞാൻ മാറ്റി പറയും. വിശ്വാസം എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും ചേരുന്നൊരു വേടല്ല അതിലേക്ക്. നിരന്തരം തരത്തിനനുസരിച്ച് നിറം മാറുന്ന ഒരു സ്വഭാവമാണ് അതിലേക്ക്. നൂറ ഇന്ന് ജയിൽ നോമിനേഷനിൽ എൻ്റെ പേര് പറഞ്ഞപ്പോൾ റീസൺ പറഞ്ഞത് ഞാൻ ചായ കൊടുത്തില്ല. പച്ചക്കള്ളമാണ് നൂറ പറഞ്ഞത്. അത് കേട്ട് ആദില മിണ്ടാതിരുന്നു. അതുകൊണ്ട് ആ ദേഷ്യം വെച്ചിട്ട് ഈ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ക്ലിയർ ആക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. ഇയാളെ ആരും നോമിനേറ്റ് ചെയ്യാൻ പാടില്ല, ഇയാള് ഒന്ന് തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കാനും പാടില്ല. ഇയാൾ മേൽ ഷോണിസ്റ്റ് ആണ്, പക്ഷെ നല്ലൊരു വ്യക്തിയാണെന്നാണ് വിചാരിച്ചിരുന്നത്. ആ ഒരു ബ്രദർലി സാധനം ഉണ്ടായിരുന്നു, ഒരു ബ്രദർലി ഫാദർലിയൊക്കെ. അപ്പൊ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വോയിസ് ഉണ്ട് സംസാരിക്കുക. ഇവിടെ ആർക്കും ആരും ഒത്താശയും വേണ്ട, പ്രൊട്ടക്ഷനും വേണ്ട, ഒരു സംഗതിയും വേണ്ട. എല്ലാവർക്കും അവര് ഇതാവുക. ഇപ്പൊ ഇഷ്യൂസിൽ ഇടപെടുകയാണെങ്കിൽ കോമൺ ആയിട്ട് ഇടപെടുക. അല്ലാതെ പെണ്ണുങ്ങളാണ് ഇപ്പൊ ഞാനൊരു ഗാർഡിയൻ ഏഞ്ചലാവാ സീരിയൽ കളിക്കേണ്ട ആവശ്യമില്ല. സോഷ്യാണ് നോമിനേഷനിൽ പോലും ഞാൻ കുറെ റീസൺ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. ഞാൻ നോമിനേറ്റ് ചെയ്യണത് ആദില തന്നെയാണ്. ബിഗ് ബോസിന്റെ സ്റ്റാർട്ടിങ്ങിൽ വളരെ നല്ല രീതിയിൽ നമ്മളായിട്ട് കമ്പനി ആയിട്ട് നിന്നിരുന്ന ഒരാളായിരുന്നു അതിന്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എന്നെ ഭയങ്കരമായിട്ട് ഒറ്റപ്പെടുത്തുന്ന പോലെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആരെന്തൊക്കെ പറഞ്ഞാലും അതിലത് എൻ്റെ അടുത്ത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു ഇത് എനിക്ക് പറയാറുണ്ട്. അത് കാരണം ഞാൻ ഒരുപാട് വിഷമിച്ചൊരു കാര്യമാണ്. പിന്നെ അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ലാസ്റ്റത്തെ ഗെയിമിൽ. ഇത്രയും സീരിയസ് ആയിട്ട് ഞാൻ കളിച്ചൊരു കളിയിൽ ആ ടോട്ടൽ ഗെയിമിൽ നിന്ന് തന്നെ എന്നെ അതിലെ മാറ്റി. നാളെ നോമിനേഷൻ ഇല്ലാത്തത് കൊണ്ട് ഇന്നൊരു എവിക്ഷനിൽ അതിലേക്ക് ഞാൻ വോട്ട് ചെയ്യണം ആസ് എ ഗെയിമർ. ഞാൻ പറയുന്നത് ആദിലയാണ്. ഒരു ക്യാപ്റ്റനായി കഴിഞ്ഞിട്ട് പോലും ആ ഒരു രീതിയിൽ ഒരു കാര്യം ചോദിച്ചാൽ റിപ്ലൈ തരുന്നതിനകത്ത് പോലും ഇതാക്കുന്നുണ്ടായിരുന്നു. പിന്നെ പ്രൊവോക്കേഷൻ എന്തുമാത്രം ചെയ്യാവോ അതിന്റെ എക്സ്റ്റെന്റ് വരെ പോയിട്ടുണ്ട്. ഞാനല്ല എൻ്റെ അമ്മ വേറൊരു വ്യക്തിയാവും. മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കത്തില്ലല്ലോ എന്ന് പറയുന്ന ആ ഡയലോഗ് തന്നെ ഞാൻ കേട്ടായിരുന്നു. എനിക്ക് റെസ്പോണ്ട് ചെയ്യേണ്ട സ്ഥലത്തെ ഞാൻ റെസ്പോണ്ട് ചെയ്യത്തുള്ളൂ. എൻ്റെ അമ്മ അങ്ങോട്ട് ഡ്രാഗ് ചെയ്യേണ്ട സാധനം എനിക്കില്ല. ദാറ്റ്സ് നോട്ട് അറ്റ് ഓൾ റൈറ്റ്. സോ ആദില. ഞാനും ചൂസ് ചെയ്യുന്നത് ആദില തന്നെയാണ്. കാരണം ആദിലയും നൂറയും സത്യത്തിൽ ഒരു ടീമായിട്ടാണ് ഇവിടെ വന്ന് അവരിപ്പോഴും ഒരു ടീമായിട്ടാണ് കളിക്കുന്നത്. അവർക്ക് അതിൻ്റെതായ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇവിടെ നമ്മളെല്ലാവരും ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ വന്നത്. അതിലേക്ക് ഒരു എക്സ്ട്രാ എഡ്ജ് ഉണ്ട്. അപ്പം ആദിലനെ ചൂസ് ചെയ്യും. ആദിലനെയാണ്. പട്ടായ ഗേൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഗ്രൂപ്പ് ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് തന്നെ കളിക്കണം. ഇപ്പം ആദില നൂറ എന്ന് പറയുന്നത് അനിമോളുടെ തണലിലാണ് ഇവർ രണ്ടുപേരും. ഇപ്പം അനിമോളുടെ പുറത്തുനിന്നുള്ള സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നതെന്ന് എനിക്ക് പേഴ്സണലി പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഭൂരിപക്ഷം ഇപ്പം ആദിലേക്കാണ്. സോ ഐ ആം ഓൾസോ ഗോയിങ് ടു വോട്ട് ആദില. എൻ്റെ വോട്ട് ആക്ച്വലി ഈ പറഞ്ഞ പോലെ അനീഷേട്ടൻ എൻ്റെ പേരാണ് പറഞ്ഞത്. എന്തോ മഹാകള്ളനാണ്, ഇത് ചെയ്യാണ്, അത് ചെയ്യാണ്. ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ പേരെടുക്കേണ്ടത്, പക്ഷെ പുള്ളിയുടെ പേരെടുക്കാനുള്ള ഞാൻ നിങ്ങളെ മാതിരി ഈ പറഞ്ഞ പോലെ ഒരു ചിന്ന ഗെയിമറല്ല. ഐ തിങ്ക് മെജോറിറ്റി വിത്ത് ആദില. സോ ബിങ് എ ഗെയിമർ ഞാൻ 100% ആദില. ഞാൻ എന്നെ തന്നെ സേഫ് ആക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഗ്രൂപ്പ് എന്ന രീതിക്ക് എനിക്ക് തോന്നാറുണ്ട് 3-4 പേരുണ്ട്. അപ്പോൾ അവിടെ ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫ്യൂച്ചറിൽ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ നാളെ ഒരു ടാസ്ക് കളിച്ചാലും എല്ലാവരുടെ കൗണ്ട് എണ്ണി എനിക്ക് വോട്ട് ചെയ്യാലോ. അത് എൻ്റെ ഒരു ഗെയിം പ്ലേ ആണ്. അപ്പോൾ എൻ്റെ അതിൽ ആദിലാവണം. ആർക്കാണ് കൂടുതൽ വോട്ടുകൾ? എനിക്കാണ് ബിഗ് ബോസ്. ഈ 11ാം ആഴ്ചയുടെ അവസാനം മിഡ് വീക്ക് എവിക്ഷനിലൂടെ
എല്ലാവരോടും യാത്ര പറഞ്ഞ് പ്രധാന വാതിലിലൂടെ പുറത്തേക്ക് വരാം. 75-ാം ദിവസം രാത്രി 10:15. ക്യാരക്ടർ ഓക്കെ ഫൈൻ, ഞാനൊന്നോട്ടെ, അതാണ് അയാളുടെ ക്യാരക്ടർ. മെയിൽ ഷോവനിസ്റ്റിക് ക്രീപ്പ്. സോറി പോലെ കുഴപ്പമില്ല, അയാളുടെ സ്വഭാവം അയാൾ കാണിക്കുന്ന അത്രേ ഉള്ളൂ. ഒരു ഫോട്ടോ ഒക്കെ നിൽക്കണം ഒരുമിച്ച്. ഷാനവാസ് വേണ്ട എനിക്ക്, പ്ലീസ് ആര്യൻ പ്ലീസ്. എടാ എനിക്ക് എന്റെ ഫ്രെയിം വേണ്ടാത്തോണ്ട, വാ ആര്യൻ വാ. എനിക്കും താല്പര്യമില്ല. എനിക്കും താല്പര്യമില്ല. അക്ബർക്ക വിളിക്കല്ലേ പ്ലീസ്. അക്ബർ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ബട്ട് എനിക്കറിയാം പക്ഷെ പുറത്തു ആൾക്കാർ ഇങ്ങനെ ഡീൽ ചെയ്യുന്നത് അങ്ങനൊന്നും എല്ലാവർക്കും എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. കിട്ടോ സ്ട്രോങ് ഗേൾ അപ്പൊ തന്നെ പറയാം, നാളത്തോട്ട് വെക്കണ്ട. പോണ്ടേ? എന്തോ ബിഗ് ബോസ് തിരികെ വരൂ, വരാ. അപ്പൊ ഞാൻ പോവാണ്. തിരികെ വരൂ. പുറത്തോട്ടല്ല, അകത്തോട്ട്. കരയില്ലെന്ന് പറഞ്ഞിട്ട് ഇതൊരു പ്രാങ്ക് ആയിരുന്നു. ബാക്കി വിവരങ്ങൾ ഷാനവാസ് പറയും. കരയല്ലേ കറിയായിരുന്നോ? ബിഗ് ബോസ് വന്നല്ലേ, ഞാൻ പോയിട്ടൊന്ന് വെരി വെൽ പ്ലേറ്റ്. നമ്മളൊക്കെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഇതാണ് പ്രാങ്ക്. അസാധു നെഗടിപ്പിച്ചാ നിങ്ങൾ തന്നെ ഒരു 10 മിനിറ്റിന് ഉറങ്ങൂല രാത്രി. ഇനിയല്ലേ അവിടെ ഒരാള് നിക്കുന്നു, എനിക്ക് നോക്കുന്നേ. ഇഷ്ടമല്ല അയാളെ, ഇഷ്ടമല്ല, ഓവറാക്കി. ഇയാളാണ് ഞാൻ സത്യസന്ധമായിട്ട് എന്റെ ഹൃദയത്തിൽ പറഞ്ഞാണ്. കുറച്ച് കൂടുതലാ ഞാൻ പറഞ്ഞ അനീഷേട്ടാ അവന്റെ അടുത്ത്, അവന് കുറച്ച് കൂടുതലാ. നിങ്ങൾ വെച്ചൊരു സിനിമ എടുത്താലോ? വെണ്ണില കൊമ്പിലെ രാപ്പാടി എന്നും